OTT-യിൽ ഇപ്പോൾ വെബ് സീരീസ് വരുന്നതുകൊണ്ട് എനിക്ക് ഏറ്റവും വലിയ സമാധാനം എന്ന് വെച്ചാൽ നമുക്ക് തിയേറ്ററിൽ ആൾ കയറിയോ എന്നുള്ള ടെൻഷനില്ല. ഇത് സമാധാനപൂർവ്വം ആൾക്കാർ എവിടെ വെച്ച് വേണമെങ്കിൽ കാണാമല്ലോ. ഇത് 150 സിനിമകൾ ഇപ്പം വലിയൊരു ചെറിയ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ പോലും ഇത്ര അധികം സിനിമകൾ ഒന്നിച്ചു വരുന്നു. അത് തന്നെ OTT തരുന്നൊരു വലിയ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഒരു പക്ഷെ അന്താക്ഷരിക്ക് ശേഷമായിരിക്കും ആ ഒരു സ്പേസ് വരുന്നത് പോലും. ഈ തിരിച്ച് വെബ് സീരീസിലേക്ക് വരുമ്പോൾ അതൊരു OTT പ്ലാറ്റ്ഫോമിലേക്ക് വരുമ്പം അത് എത്രത്തോളം ഇവിടുത്തെ ആളുകൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്? ഇത്രയും സിനിമകളിലൂടെ ലൈക്ക് OTT-യിലൂടെ എങ്ങനെ സജീവമായിട്ട് നിൽക്കാൻ സാധിക്കുന്നുണ്ട്? OTT-യിൽ സജീവമായിട്ട് ഇപ്പം ഏത് പടവും സാറ്റലൈറ്റ് ചാനലിൽ വരും, OTT-യിലും വരും. ഓക്കെ, അപ്പം അതൊരു വിഷയമല്ല. ഇതിൻ്റെ അകത്ത് ഇപ്പം താങ്കൾ ചോദിച്ചതിന് ആൻസറല്ല ഞാൻ പറയണത്. ഞാൻ വേറൊരു വിഷയം പറയുകയാണ്. OTT-യിൽ ഇപ്പോൾ വെബ് സീരീസ് വരുന്നതുകൊണ്ട് എനിക്ക് ഏറ്റവും വലിയ സമാധാനം എന്ന് വെച്ചാൽ നമുക്ക് തിയേറ്ററിൽ ആൾ കയറിയോ എന്നുള്ള ടെൻഷനില്ല. ഇത് സമാധാനപൂർവ്വം ആൾക്കാർ എവിടെ വെച്ച് വേണമെങ്കിൽ കാണാമല്ലോ. ഇത് മൊബൈലിൽ കാണാം, TV-യിൽ കാണാം, ലാപ്ടോപ്പിൽ കാണാം, ഏത് ഡിവൈസിൽ വേണമെങ്കിൽ കാണാം അല്ലേ? എവിടെ ഇരുന്ന് വേണമെങ്കിൽ കാണാം. എവിടെ നെറ്റ് അവൈലബിൾ ആണ് അവിടെ ഇരുന്ന് കാണാം. ഓക്കെ, പിന്നെ അവർ സമാധാനമായിട്ട് അവരുടെ സമയം എടുത്ത് കണ്ടോട്ടെ, ഫുഡ് കഴിച്ചുകൊണ്ട് കണ്ടോട്ടെ അല്ലേ? തിയേറ്റർ ആകുമ്പോഴത്തേക്കും നാച്ചുറലി ഇതാണ് ഷോ ടൈമിങ്, അവിടെ കറക്റ്റ് സമയത്ത് എത്തണം, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. സോ ആ ഒരു സമാധാനമുണ്ട് നമുക്ക്. OTT-യിൽ ഇപ്പം അന്താക്ഷരി റിലീസാകുന്ന സമയത്ത് എൻ്റെ ഒരു ജാനകി ജാനോ അല്ലെങ്കിൽ ഗുണ്ടജാനോ റിലീസ് അല്ലെങ്കിൽ പാപ്പച്ചനുള്ളിലാണ് റിലീസാകുന്ന സമയത്തുള്ള ടെൻഷനൊന്നും ഇല്ലായിരുന്നു. അന്താക്ഷരി വന്നു, അത് ആൾക്കാർ ഭയങ്കരമായിട്ട് അപ്രിഷ്യേറ്റ് ചെയ്തു, സന്തോഷം. തിയേറ്റർ വിസിറ്റുകളില്ല അല്ലേ? റിലാക്സ്ഡ് ആയിട്ട് പോകാൻ പറ്റും. പിന്നെ ഈ ഒരു സംഭവം ഉണ്ടല്ലോ, നമ്മളിപ്പം ഈ പ്രൊമോഷന് വേണ്ടി ഇരിക്കുന്ന ഇതെന്തായാലും ഉണ്ടാവും. പക്ഷെ അതത്രയും സ്ട്രെസ്ഫുൾ അല്ല. ഇത് പാർട്ട് ഓഫ് അവർ ജോബാണ് നമ്മൾ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളത്. അല്ല, തിയേറ്റർ വിസിറ്റ് ഓൾസോ പാർട്ട് ഓഫ് ദ ജോബ്, ബട്ട് അത് സിനിമയ്ക്ക് വേണ്ടി. വെബ് സീരീസിന് വേണ്ടി പിന്നെ അതിൻ്റെ ആവശ്യമില്ല.